നമസ്കാരം, എല്ലാവർക്കും ആർടി മീഡിയയുടെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് LGSന്റെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ്, വിവിധ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. LGSന്റെ കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകളിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നു, ഓരോ കാറ്റഗറിയിലും എത്രത്തോളം നിയമനങ്ങൾ നടന്നു, അതിനനുസരിച്ചുള്ള സാധ്യതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. രണ്ട് ലിസ്റ്റുകളിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് ലിസ്റ്റുകൾ, ഈ ലിസ്റ്റ് നമ്മൾ തുടങ്ങിയത് നമുക്ക് പറയാം 18-ാം തീയതിയാണ്, ജൂലൈ 18-ന് ഈ ലിസ്റ്റ് തുടങ്ങി. അതിൻ്റെ മുന്നത്തെ ലിസ്റ്റ് തുടങ്ങിയത് 2022 ജൂലൈ 18-നാണ്. അതിന് മുമ്പ് 2018-ലും തുടങ്ങി. ഇങ്ങനെയാണ് ലിസ്റ്റുകളുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കഴിഞ്ഞ ലിസ്റ്റിലെ നിയമനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഒരു 3 വർഷത്തെ ഡാറ്റ കിട്ടും. അതിൻ്റെ മുന്നത്തെ ലിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 വർഷത്തെ നിയമനം കിട്ടും. അതിൽ ഓരോ വർഷവും എത്രയാണ് നിയമനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അതേ ലെവലിൽ തന്നെ ആയിരിക്കും നിയമനങ്ങൾ നടക്കുക എന്നുള്ളൊരു അസസ്മെൻറ്റിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓരോ കാറ്റഗറിയിലും എത്ര നിയമനങ്ങൾ നടന്നു എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. അതായത് എൻ്റെ കാറ്റഗറിയിൽ ഈ ലിസ്റ്റിൽ നിന്ന് എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ എന്നറിയുന്നത് കുറച്ച് നമുക്കൊരു ധാരണ, എങ്ങനെയാണ് ലിസ്റ്റിൻ്റെ ഘടന വരുന്നത്, എങ്ങനെയാണ് നിയമനങ്ങൾ നടക്കുന്നത്, എന്താണ് റൊട്ടേഷൻ ചാർട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശം ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം എടുക്കും നമുക്ക് നമ്മുടെ പോസ്റ്റിന് എത്ര നിയമനങ്ങൾ നടക്കാൻ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ നല്ലതാണെന്നുള്ളതുകൊണ്ടാണ്, പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഓരോ ഡിസ്ട്രിക്റ്റായിട്ട് എടുക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ കുറേ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേര് ആവശ്യപ്പെട്ട രണ്ടോ മൂന്നോ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഞാൻ പരമാവധി സമയത്തിനനുസരിച്ച് മറുപടി പറയാറുണ്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട LGSമായി ബന്ധപ്പെട്ട റൊട്ടേഷൻ ചാർട്ട്, നിയമന നില കാര്യങ്ങളൊക്കെ അറിയാൻ പരമാവധി ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുക. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക, മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ കൂടുതൽ പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ല, 1-2 ജില്ലകളാണ് സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യമാണ്. ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 443 പേരുണ്ട്, 443. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 454 പേരുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 23 പേരുണ്ട്. ടോട്ടൽ 920 പേരുള്ള ലിസ്റ്റാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിലെ ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 363 ആണ്. 363 പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. ഈ 363 അല്ല വരുന്നത്, അവസാനത്തെ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് കിട്ടാണ്ട്. ഇതിൻ്റെ അവസാനത്തെ അഡ്വൈസ് ഇപ്പോൾ പോയ ഡീറ്റെയിൽസ് PSC പറയുന്നത് പ്രകാരം 13/5/2025, അതായത് മെയ് 13 വരെ, കഴിഞ്ഞ മെയ് 13 വരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുശേഷം അഡ്വൈസ് പോയിട്ടുണ്ട്, ജൂണിൽ പോയിട്ടുണ്ടാവും, ജൂലൈയിലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ 363 മാറ്റം വരും. ആ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ അപ്പോൾ പറയും. ഇപ്പോൾ അവൈലബിൾ ആയ ഡാറ്റ ഇത്രയേ ഉള്ളൂ. 363 അഡ്വൈസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മെയ് 17 അവസാനിച്ച ലിസ്റ്റ്, അതിൽ ഫസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത്, ലിസ്റ്റ് വന്നത് ഇതേപോലെ ജൂലൈ 18 തന്നെയാണ്, 2022 മാത്രം. അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത് ഒക്ടോബർ 12-നാണ്. ഒക്ടോബർ 12, 2022 വന്നിരുന്നത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ ജൂലൈയിൽ വന്നെങ്കിലും ആഗസ്റ്റിലോ സെപ്റ്റംബറിലൊന്നും അഡ്വൈസ് വന്നിട്ടില്ല. ഇടുക്കിയിൽ ഒക്ടോബറിലാണ് ഫസ്റ്റ് അഡ്വൈസ് വന്നിരുന്നത്. അന്ന് 78 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് 78 വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ കാരണം, അത് കുറച്ച് വലിയ 78 എന്ന് പറയുമ്പോൾ ഇടുക്കിയെ സംബന്ധിച്ച് അന്ന് കുറച്ച് വലുതാണ്. അന്ന് നോക്കാൻ കാരണം, അത് 2021 മാർച്ചിൽ ആ ലിസ്റ്റ് അവസാനിച്ചിരുന്നു. കഴിഞ്ഞ മുന്നത്തെ ലിസ്റ്റ് അവസാനിച്ചിരുന്നു. അതിന് ശേഷമുള്ള ഈ സെപ്റ്റംബർ വരെയുള്ള ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ്, അഡ്വൈസാണ് വന്നിരിക്കുന്നത്. അത് ഓപ്പൺ കോമ്പറ്റീഷൻ 58-ാം റാങ്ക് വരെ അന്ന് എടുത്തു, 70-60-ാം റാങ്ക് വരെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ അഡ്വൈസ് നില എത്രയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ ഫീമെയിലുമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് കാണാം. ഓപ്പൺ കോമ്പറ്റീഷൻ 307, ഫീമെയിൽ 303, ഈഴവ 304 വരെ, ഫീമെയിൽ 303 വരെ. SC മെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 9-ാം റാങ്ക് വരെ, ഫീമെയിലും സപ്ലിമെൻ്ററി ലിസ്റ്റ് 10, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 വരെ, ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, LCR ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 7 വരെ, 158-ാം റാങ്ക് വരെ ഫീമെയിൽ. OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മെയിൽ കാറ്റഗറിയിലും ഫീമെയിൽ കാറ്റഗറിയിൽ 291-ാം റാങ്ക് വരെ. വിശ്വകർമ്മ മെയിൽ കാറ്റഗറിയിൽ 368-ാം റാങ്ക് വരെ, ഫീമെയിൽ കാറ്റഗറിയിൽ 335 വരെ. SIC നാട 309-ാം റാങ്ക് വരെ, മെയിൽ കാറ്റഗറി, ഫീമെയിൽ കാറ്റഗറിയിൽ ഇല്ല. ഹിന്ദു നാട സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വരെ, മെയിൽ കാറ്റഗറിയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 വരെ, ഫീമെയിൽ കാറ്റഗറിയിൽ. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻ, അതാണ് SCCC. സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ, മെയിൽ കാറ്റഗറിയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 വരെ, ഫീമെയിൽ കാറ്റഗറി. ധീവര 298, മെയിൽ കാറ്റഗറി, ഫീമെയിൽ കാറ്റഗറി ഇല്ല. ഡിഫറൻ്റ്ലി ഏബിൾ കാറ്റഗറിയിൽ LV 3, HI 1, LDOCP 4, ഫീമെയിൽ കാറ്റഗറിയിൽ HI 3, LDOCP 4. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിലെ നിയമന നില വന്നിരിക്കുന്നത്. ഓരോ കാറ്റഗറി എത്രയാണ് നിയമനം വന്നത് മനസ്സിലായല്ലോ. ഈ 363 അഡ്വൈസ് വന്നപ്പോഴുള്ള നിയമന നിലയാണ് പറഞ്ഞത്.
ഇനി അതിൻ്റെ മുമ്പത്തെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ എത്ര അഡ്വൈസാണ് പോയെന്ന് വെച്ചാൽ 443 അഡ്വൈസ് പോയിട്ടുണ്ട്. 443. ഞാൻ കാറ്റഗറി നോക്കി കഴിഞ്ഞാൽ 7/2017 ആയിരുന്നു ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാറ്റഗറി. ആ കാറ്റഗറി വന്നിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. 17/3/2025 36/2018 അതിൻ്റെ ലിസ്റ്റ് വന്നു. 36, അതായത് ജൂലൈയിലല്ല, ജൂണിലാണ് ആ ലിസ്റ്റ് വന്നത്. അത് മാത്രം. അതിൽ കാറ്റഗറി നമുക്ക് ഞാൻ പറഞ്ഞു 443 അഡ്വൈസ് അന്ന് വന്നിരുന്നു. കഴിഞ്ഞ ലിസ്റ്റ് 363 ഉള്ളൂ. കുറവാണ്. 363 അല്ല, കുറച്ചും കൂടി വരും. ജൂണിലും ജൂലൈയിലും കൂടി വേക്കൻസി വരുമ്പോൾ അത് 400 വരെ വരും എന്ന് വിചാരിക്കാം. 443, 400 ആ റേഞ്ചാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വന്നിരിക്കുന്നത്. അന്ന് നോക്കുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷൻ 387, അത് കുറച്ചുകൂടി വലിയ ലിസ്റ്റായിരുന്നു. 387 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഫീമെയിൽ കാറ്റഗറി 391. നിങ്ങൾ കാറ്റഗറി സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈഴവ 385, 391, 542 SC, 487 ഫീമെയിൽ, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മുസ്ലിം 407, 405. നിങ്ങളങ്ങ് വായിച്ചാൽ മതി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇനി ഓരോ വർഷവും എത്രയാണ് നിയമനങ്ങൾ നടന്നത്, ആ കാറ്റഗറി നിങ്ങളുടെ കാറ്റഗറി നോക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഓരോ വർഷം എത്രയാണ് നിയമനങ്ങൾ നടന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഓരോ വർഷവും. ചിലർ പറയുന്നുണ്ട് ഒരു വർഷം, ആദ്യത്തെ വർഷം കുറച്ച് കൂടുതൽ സമയം കിട്ടിയല്ലോ, 2021 മുതൽ 2022 വരെയുള്ള സമയം കിട്ടിയതുകൊണ്ട് ഒരു 4 വർഷത്തെ കാലാവധി കിട്ടിയില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. സത്യമാണ്, 4 കിട്ടി. പക്ഷേ ഈ അടുത്ത വർഷങ്ങളിൽ, അടുത്ത ഒരു 3 വർഷങ്ങളിൽ നല്ല രീതിയിൽ റിട്ടയർമെൻറ്റ് നടക്കുന്ന വർഷങ്ങളാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലെ ഓരോ വർഷവും എത്രയാണ് നിയമനം, ഓരോ വർഷം ഞാൻ കണക്കാക്കുന്നത് ജൂലൈയിൽ ലിസ്റ്റ് വന്നതുകൊണ്ട് ജൂലൈ ടു അടുത്ത ജൂൺ വരെ ഒരു വർഷമായിട്ട് കണക്കാക്കുന്നു. ജൂലൈയിലാണല്ലോ ലിസ്റ്റ് വന്നത്, അതുകൊണ്ട് അടുത്ത ജൂൺ വരെ അങ്ങനെ നിയമനം നടക്കുമ്പോൾ ആദ്യത്തെ വർഷം 134, രണ്ടാമത്തെ വർഷം 139, മൂന്നാമത്തെ വർഷം 90. അങ്ങനെയാണ് 363 ഈ 90 നല്ല കുറച്ചുകൂടി കൂടും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ആ റേഞ്ചിൽ തന്നെ വരും. ഇപ്പോൾ മനസ്സിലായി 134, 139 ആ റേഞ്ചാണ് ഓരോ വർഷവും അഡ്വൈസുകൾ പോകുന്നത്. അത്ര അഡ്വൈസാണ് ഓരോ വർഷവും പോയിട്ടുള്ളത് ഇടുക്കിയുടെ കേസിൽ. ഇനി ഇടുക്കിയുടെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ തയ്യാറാക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ തുടർച്ചയാണ് ഉണ്ടാവുക. എവിടെയാണോ റൊട്ടേഷൻ, MR മെയിൻ റൊട്ടേഷൻ 40 എന്നൊക്കെ പറഞ്ഞ് നിർത്തും. 40-ൽ 35-ാമത്തേതിലാണ് നിർത്തിയെങ്കിൽ അങ്ങനെ അടുത്ത് തുടങ്ങും 36 മുതലാവും. അതിന് മുന്നിൽ ഡിഫറൻറ്റ് ലേബിളുടെ ഏതെങ്കിലും പെൻഡിങ്ങിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ NJD കൊടുക്കും, പിന്നെ TPO കൊടുക്കും. പിന്നെ ആണ് നമ്മളെ റൊട്ടേഷനിലേക്ക് വരിക. റൊട്ടേഷൻ പ്രകാരം നിയമനങ്ങൾ വരും. അങ്ങനെയാണ് നിങ്ങൾ. അപ്പോൾ അത് തയ്യാറാക്കണമെങ്കിൽ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അത് കിട്ടിയതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കാം. ഇനി നമ്മൾ അടുത്തതായി പറയുന്നത് കൂടുതൽ പേര് ആവശ്യപ്പെട്ട മറ്റൊരു ജില്ലയാണ് കോഴിക്കോട് ജില്ലയുടെ കാര്യങ്ങളാണ്. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ഡീറ്റെയിൽസ് പറയണം എന്നുള്ളത്. അതുകൊണ്ട് കോഴിക്കോട് ജില്ലയുടെ കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ നമുക്കറിയാം 689 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 712 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 43 പേര്, ടോട്ടൽ 1444. അത്യാവശ്യം വലിയ ലിസ്റ്റാണ്. തന്നെയാണ് 1444 പേരുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്ന 665. ടോട്ടൽ അഡ്വൈസ് 665. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് 24/6/2025. 24/6/2025. 24/6/2025 എന്ന് പറഞ്ഞാൽ അറിയാം ജൂൺ 24-ലാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ജൂൺ 24. ഇനി ഒരു അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസും കൂടി കിട്ടാനുണ്ടാവും മിക്കവാറും. ജൂലൈയിൽ അഡ്വൈസ് എന്തായാലും പോയിട്ടുണ്ടാവും. മിക്ക ജില്ലകളിലും ജൂലൈയിലും കൂടി അഡ്വൈസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡീറ്റെയിൽസ് കൊണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കിടക്കാം. നമുക്ക് അതിൻ്റെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ആദ്യത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് നവംബർ 5-നാണ്. അതായത് ജൂലൈയിൽ ലിസ്റ്റ് വന്നെങ്കിലും കഴിഞ്ഞ ലിസ്റ്റ് വന്നെങ്കിലും നവംബർ 5-നാണ് ഫസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. നവംബർ 5/11/2022 ഏതാണ്ട് 102 ആൾക്ക് അന്ന് അഡ്വൈസ് ഉണ്ട്. 102 പേർക്ക് നല്ലൊരു ഫസ്റ്റ് അഡ്വൈസ് തന്നെ നല്ല രീതിയിലൊരു നിയമനമായിരുന്നു അന്ന് നടന്നത്. അന്ന് പിന്നെ ഏതാണ്ട് ഒരു വർഷത്തെ സമയം കിട്ടി. 5/11/2021 അവസാനിച്ച് ഏതാണ്ട് ഒരു കൊല്ലത്തെ സമയം തന്നെ ഈ ലിസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നിയമനങ്ങൾ നടന്നത്. ആ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഓപ്പൺ കോമ്പറ്റീഷൻ 569 മെയിൽ കാറ്റഗറിയിൽ, ഫീമെയിൽ 563, ഈഴവ ഓപ്പൺ കോമ്പറ്റീഷൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അത്ര 569 ഉള്ളിൽ തന്നെയാണ് ഈഴവയും വന്നിരുന്നത്. ഫീമെയിൽ 565 ആയിരുന്നു. SC മെയിൽ കാറ്റഗറിയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 17, ഫീമെയിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 8, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 15, സപ്ലിമെൻ്ററി ലിസ്റ്റ് 12, ഫീമെയിൽ, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഫീമെയിൽ, LCO ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 17, മെയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, LCO ആംഗ്ലോ ഇന്ത്യൻ. OBC 600 മെയിൽ, ഓപ്പൺ കോമ്പറ്റീഷനിൽ തന്നെയായിരുന്നു ഫീമെയിൽ വന്നിരുന്നത്. വിശ്വകർമ്മ 633,
മെയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ തന്നെയായിരുന്നു ഫീമെയിൽ വരുന്നത്. ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആ റാങ്കിൻ്റെ ഉള്ളിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 563 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു അത് വന്നിരുന്നത് അർത്ഥം. SIC നാടാർ വന്ന സപ്ലിമെൻ്ററി ലിസ്റ്റ് 10 ആണുങ്ങളുടെ കാറ്റഗറിയിൽ, സപ്ലിമെൻ്ററി ലിസ്റ്റ് 8 ഫീമെയിൽ കാറ്റഗറിയിൽ. ധീവര സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 മെയിൽ കാറ്റഗറിയിൽ വന്നു, സപ്ലിമെൻ്ററി ലിസ്റ്റ് 4 ഫീമെയിൽ കാറ്റഗറി. ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2 മെയിൽ കാറ്റഗറി, സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 ഫീമെയിൽ കാറ്റഗറി. SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 12 വരെ. ഡിഫറൻ്റ് ഏബിൾ കാറ്റഗറിയിൽ LV 9 പേര്, LDOCP 5 പേര്, HI 2 പേര്. ഇങ്ങനെയാണ് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ നിയമന നില വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റ് 665 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് 2022 അവസാനിച്ച ലിസ്റ്റ് 786 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ 786 കഴിഞ്ഞു, 665 കഴിഞ്ഞു. 665 അല്ല, കുറച്ചുകൂടി കൂടുതലുണ്ട്. ഓരോ ഡേസിൻ്റെ ഡീറ്റെയിൽസ് കൂടി കിട്ടാനുണ്ടല്ലോ. അപ്പോൾ ഒരു 700 റേഞ്ചിലേക്കായിരിക്കും വരാൻ പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 786 700 ആ റേഞ്ചിലാണ് നിയമനങ്ങൾ വരുന്നത്. ഏതായാലും അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിനേക്കാളും എന്താണ് ചെറിയൊരു കുറവ് കഴിഞ്ഞ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ആ ലിസ്റ്റിൽ 786 പോയ ഇതിൽ എത്രയായിരുന്നു? ഓപ്പൺ കോമ്പറ്റീഷൻ 692 റാങ്ക് വരെ പോയിട്ടുണ്ട്. 692. നമ്മുടെ ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് 689 വരുന്നുള്ളൂ. അന്ന് 692 ആൾ, അത് വലിയ ലിസ്റ്റായിരുന്നു. വലിയ ലിസ്റ്റായിരുന്നു. ഈഴവ 692, SC 1336, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, മുസ്ലിം 918, LC റാങ്ക് 1451, OBC 710, വിശ്വകർമ്മ 758, SIC നട 1471, ധീവര 1362, ഹിന്ദു നാടാർ 781, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 11, ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറി LV 10, LDOCP 13, HI 9. ഇങ്ങനെയായിരുന്നു നിയമനങ്ങൾ. അത് കുറച്ച് അത്യാവശ്യം 692 ഓപ്പൺ കോമ്പറ്റീഷനിൽ അത്രയും നിയമനങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. 786 അഡ്വൈസാണ് അന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ളതിൽ 665 ചിലപ്പോൾ കുറച്ചും കൂടി എണ്ണമുണ്ട്. നമുക്കറിയാം ജൂലൈയിൽ അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ എത്രയാണ് നിയമനങ്ങൾ നടന്നത് ഏതാണ് ധാരണയല്ലോ. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ ഓരോ വർഷവും നടന്ന നിയമനങ്ങളാണ്. ആദ്യ വർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ ടു ജൂണാണ് ഞാൻ വർഷം കണക്കാക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയാൻ കാരണം ജൂലൈയിലാണ് ലിസ്റ്റ് വന്നത്. അടുത്ത ജൂൺ വരെ ആകുമ്പോഴേക്കും ഒരു വർഷമായി. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ വർഷം 225 അഡ്വൈസ് പോയിട്ടുണ്ട്. രണ്ടാമത്തെ വർഷം 214, മൂന്നാമത്തെ വർഷം ഇപ്പോൾ ഇതുവരെ 226. അപ്പോൾ കോഴിക്കോടിൻ്റെ റേഞ്ച് ഏതാണ് മനസ്സിലായല്ലോ. ഇത്രയും നിയമനങ്ങളാണ്. ആദ്യ വർഷം കുറച്ച് അധികം കിട്ടിയിട്ട് പോലും 225 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. രണ്ടാമത്തെ വർഷം 214, മൂന്നാമത്തെ വർഷം 226. ഈ രണ്ടാമത്തെ വർഷം പല ജില്ലകളിലും കുറവാണ് നിയമനങ്ങൾ നടന്നത്. അത് നമുക്കൊരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കാം. അത്രയും കുറവ്, ഏറ്റവും കുറവ് വന്നു കഴിഞ്ഞാൽ ആ നിയമനങ്ങളെങ്കിലും നടക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനിയുള്ള വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ നിയമനങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് കോഴിക്കോടിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. റാങ്ക് വെച്ചിട്ട് ഇന്ന റാങ്ക് എത്രാമത്തെ റൊട്ടേഷനിൽ കിട്ടുമോ നോക്കണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അത് വെച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഷെയർ ചെയ്യാം. ഡാറ്റ ആവശ്യമുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. തുടർ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതാത് അപ്ഡേറ്റുകൾ വരുമ്പോൾ സമയത്ത് നിങ്ങളെ അറിയിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.